ഏറെ സന്തോഷത്തോടെ രണ്ടുപേരും അകത്തേക്ക് കയറിയിരുന്നു. നിങ്ങളിപ്പോ തിരിച്ചതാ അവിടുന്ന്? സ്നേഹപൂർവ്വം മാധവി ചോദിച്ചു. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തൊഴുതതിനു ശേഷം പോന്നതാ. പിന്നൊരു 3 മണിയെങ്കിലും ആയിട്ട് ഇവിടെ വരാമെന്ന് കരുതി. അയ്യോ, എങ്കിൽ പിന്നെ നേരത്തെ വരായിരുന്നില്ലേ? ഉച്ചതൊട്ടേ ഞങ്ങൾ കാത്തിരിക്കുക, മാധവി പറഞ്ഞു. നിങ്ങൾ ഇന്ന് വരുന്നത് കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോലും പോയില്ല. ചിരിയോടെ മഞ്ജുവും മീനുവും പറഞ്ഞപ്പോൾ സുധി രണ്ടുപേരെയും നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. ആഹാ, അപ്പം ഇന്ന് നാളെ അവധിയെടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ നാളെ വൈകുന്നേരമല്ലേ പോകുന്നുള്ളൂ. ഞാൻ നിങ്ങളെയൊക്കെ നന്നായി ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയാണ് വന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ലീവ് എടുത്തതുകൊണ്ട് ഇനി നാളെ സ്കൂളിൽ പോയല്ലേ പറ്റൂ. വേണമെങ്കിൽ നാളെ അവധിയെടുക്കാം. ചിരിയോടെ മഞ്ജു പറഞ്ഞപ്പോൾ എല്ലാവരും ആ തമാശയ്ക്ക് ഒന്ന് ചിരിച്ചിരുന്നു. ഞാൻ ചായ എടുക്കാം, അതും പറഞ്ഞ് മാധവി അകത്തേക്ക് പോയിരുന്നു. ആ പുറകെ തന്നെ അവനെ ഒന്ന് നോക്കിയിട്ട് മീരയും അകത്തേക്ക് കയറി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മീനുവും മാധവിക്കൊപ്പമുണ്ട്. അവളെ കണ്ടതും മാധവി സഹായിക്കുന്നത് നിർത്തി സുധിയോട് സംസാരിക്കാനായി മീനുവും മുമ്മറത്തേക്ക് പോയി. ആ സമയം കൊണ്ട് മഞ്ജുവുമായി സുധി അടുത്തിരുന്നു. പെട്ടെന്ന് അവന് ശ്രീലക്ഷ്മിയാണ് ഓർമ്മ വന്നത്. അതുപോലെ പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതമാണ് മഞ്ജുവിൻ്റേതെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവളുമായി പെട്ടെന്നൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനും അവന് സാധിച്ചിരുന്നു. മീനു മീരെ പോലെ അല്പം ഉൾവലിഞ്ഞ പ്രകൃതമാണെന്ന് അവന് തോന്നിയെങ്കിലും അവൻ തമാശകളൊക്കെ പറഞ്ഞ് അവളെയും വിഷമിപ്പിക്കാതെ ഇടപെട്ടു. അടുക്കളയിലേക്ക് എത്തിയതും മാധവിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അവിടുത്തെ വിശേഷങ്ങളായിരുന്നു. അമ്മയെ വേദനിപ്പിക്കാത്ത തരത്തിലാണ് അവൾ വിശേഷങ്ങൾ പറഞ്ഞത്. ചെറിയമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും ഉണ്ടായ സംസാരം ഒന്നും അമ്മയോട് അവൾ പങ്കുവച്ചില്ല. ആ അമ്മമനം മുരുകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇതിനിടയിലാണ് അവളുടെ കയ്യിൽ കിടന്ന വള മാധവി കണ്ടത്. പെട്ടെന്ന് അവർ അവളുടെ കയ്യിൽ പിടിച്ച് വളയിലേക്ക് നോക്കി. ഈ വള ഏതാ മോളെ? നമ്മൾ വാങ്ങിയ വള എവിടെ? സംശയത്തോടെ അവർ ചോദിച്ചു. ഇതിങ്ങോട്ട് വരുന്ന വഴി മാറിയമ്മേ. അതിൽ 2 എണ്ണം നന്നായി ചളുങ്ങിയിരുന്നു. സുധിയേട്ടൻ പറഞ്ഞു അത് മാറി മറ്റൊരു വള മേടിക്കാൻ. ഇപ്പം സുധിയേട്ടൻ്റെ കുറച്ച് സ്വർണം കൂടി കൂട്ടിയിട്ടാണ് ഇത് രണ്ടും വാങ്ങിയത്. 2.5 പൗൺ വീതം ഉണ്ട് രണ്ടും. മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമാണോ അതോ അപകർഷതാ ബോധമാണോ തന്നെ ഭരിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു മാധവി. അവരുടെ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞിരുന്നു. നീ ആവശ്യപ്പെട്ടതാണോ സുധിയോട്? വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല മോളെ. നമ്മൾ അവരുടെ കയ്യിലുള്ളത് കൂടി മനസ്സിലാക്കി വേണം ചെലവാക്കാൻ. അയ്യോ അമ്മേ, ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല. സുധിയേട്ടൻ തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ചതാണ്. ഞാൻ കുറേ വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. അരുതാത്തത് എന്തോ കേട്ടതുപോലെ അവൾ പറഞ്ഞു. സുധിയായിട്ട് തീരുമാനിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. നീ അങ്ങോട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ പറയുമോ അമ്മേ? അങ്ങനെ പറയില്ലെങ്കിലും അമ്മ ചോദിച്ചതാണ്. അഥവാ പറഞ്ഞാലും കുഴപ്പമില്ല, നിന്റെ ഭർത്താവാണ്. പക്ഷെ സുധിയുടെ കയ്യിൽ അതിനുള്ള മാർഗമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷമേ നീ പറയാവൂ. കാരണം പറഞ്ഞേ ചെലവാക്കാവൂ. ഗൾഫിലാണെന്ന് പറഞ്ഞാലും വലിയ നീക്കിരിപ്പൊന്നും ഉണ്ടാവില്ല. പെങ്ങളെ കെട്ടിച്ചു വിട്ടതും വീട് മോടി കൂട്ടിയതും ഒക്കെ സുധിയാണെന്നാണ് സുധിയുടെ അമ്മാവൻ പറഞ്ഞത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് മോള് സുധിയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. എനിക്കതൊക്കെ അറിയാലോ അമ്മേ. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞല്ലേ ഞാൻ പണ്ടും ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുധിയേട്ടൻ്റെ വരുമാനം അറിഞ്ഞേ ഞാൻ ജീവിക്കൂ. പിന്നെ ഈ മാല സുധിയേട്ടൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ അറിയുന്നത് മാല എൻ്റെ കയ്യിൽ തന്നപ്പോഴാ. എനിക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. കഴുത്തിൽ കിടന്ന നേരത്തെ നെക്ലേസ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിൻ്റെ തുമ്പിൽ കിടക്കുന്ന പെൻഡൻറ്റിൽ മാധവി വിരൽ ഒടിച്ചു. ഇത് ഡയമണ്ട് ആണെന്നാണ് അമ്മേ പറഞ്ഞത്. ആണോ? അത്ഭുതത്തോടെ അവർ ചോദിച്ചു. ഇതേ പാറ്റേണിലുള്ളൊരു മാല പണ്ട് നീതുവിനുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇതുപോലൊരു മാല ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ ഡയമണ്ട് വേണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. സാധാ കല്ല് വച്ചൊരു ലവിൻ്റെ ലോക്കറ്റ്. എൻ്റെ മാല പൊട്ടുമ്പോൾ അമ്മയോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് കരുതിയിരുന്നു. ഉള്ളിലുള്ള മോഹം അവൾ പറഞ്ഞപ്പോൾ മാധവി നന്നായി ഒന്ന് ചിരിച്ചിരുന്നു. അതിനെന്താ, നിന്റെ മോഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരാളെ തന്നെയല്ലേ കിട്ടിയത്. നിന്റെ മനസ്സറിഞ്ഞതുപോലെയല്ലേ സുധി മാല വാങ്ങിക്കൊണ്ട് വന്നത്. ശരിക്കും അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാ. ഇതിനിടയിൽ ചായ തിളപ്പിക്കുകയും അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാധവി. അവിടെ അമ്മയൊക്കെ എങ്ങനെയുണ്ട് നിന്നോട്? വലതും പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല അമ്മേ. ആ കാണുന്ന മുൻഷ്യൻ്റെയൊക്കെ ഉള്ളൂ. അടുത്തിടപഴകുമ്പോൾ ആള് പാവമാണ്. എന്നോടങ്ങനെ ഒന്നും മോശമായി പറഞ്ഞില്ല. പറയുന്നത് കള്ളമാണെന്ന ഭാവം ഒരിക്കൽ പോലും മുഖത്ത് വരാതിരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ പ്രാർത്ഥന അതായിരുന്നു. നിന്നെ അവിടെ ആരും കുത്തി നോവിക്കരുതെന്ന്. നമ്മൾ വലുതായി സ്വർണ്ണം ഒന്നും കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് സുധിയുടെ അമ്മയ്ക്കൊരു അനിഷ്ടം ഉണ്ടാവും. അത് നിന്നോട് കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിഷ്കളങ്കമായി പറയുന്നവരുടെ മുഖഭാവം കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു മീരയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് താനൊന്നും പറയേണ്ടെന്ന് കരുതിയത്. വെറുതെ അമ്മയെ കൂടി സങ്കടപ്പെടുത്തണ്ടല്ലോ. അവിടെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അമ്മേ. പിന്നെ സുധിയേട്ടൻ അങ്ങനെ ഒരു പ്രശ്നത്തിനും എന്നെ വിട്ടുകൊടുക്കുകയില്ല.
ഏറെ ആത്മാർത്ഥമായി തന്നെയാണ് അവൾ ആ കാര്യം പറഞ്ഞത്. അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണം തന്നെ മതിയെന്ന് വാശി പിടിച്ചത്. സുധിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന്. നിന്റെ ഭാഗ്യമാണ്. കേട്ടിടത്തോളം ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട. നമ്മളെയൊക്കെ പോലെ ബുദ്ധിമുട്ടുകളിൽ ജീവിച്ചു വന്നതാവൻ. അതുകൊണ്ട് ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല. അങ്ങനെ എനിക്കൊരു വിശ്വാസമുണ്ട്. സത്യം അമ്മേ, അറിയാതെ പോലും എന്നെ വിഷമിപ്പിക്കുന്നില്ല. നിന്റെ ഭാഗത്തു നിന്നും അവനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവവും ഉണ്ടാവരുത്. ഇല്ലമ്മേ, ഒരിക്കലും ഞാനായിട്ട് സുധിയേട്ടനെ വിഷമിപ്പിക്കില്ല. എൻ്റെ മുഖമൊന്ന് വാടിയാൽ സുധിയേട്ടൻ അത് സഹിക്കില്ല. പിന്നെ അതൊന്ന് തെളിയാനുള്ള തത്രപ്പാടിലാണ് ആള്. ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഒരുവനെക്കുറിച്ച് അവൾ പറയുന്നത് മാധവിയും കേട്ടു നിന്നു. ഈ ചായ കൊണ്ട് മോന് കൊടുക്ക്. ഞാൻ പ്രത്യേകം മിൽമയിൽ പോയി വാങ്ങിയതാണ്. കട്ടൻ ചായ എങ്ങനെയാ സുധിക്ക് കൊടുക്കുന്നതെന്ന് ഓർത്ത്. അയ്യോ, സുധിയേട്ടന് കട്ടൻ ചായയാണെന്ന് തോന്നുന്നു ഇഷ്ടം. അവിടെ വെച്ചിട്ട് രാവിലെ അമ്മ കട്ടൻ ചായ കൊടുത്തതാണ്. നീ ഏതായാലും ഈ പാൽ ചായ ഒന്ന് കൊണ്ട് കൊടുത്തു നോക്ക്. കട്ടൻ ചായ വേണമെങ്കിൽ ഞാൻ വേറെ തിളപ്പിക്കാം. മീനു, നീട്ടി അവർ വിളിച്ചപ്പോഴേക്കും മീനു അകത്തുനിന്ന് വന്നിരുന്നു. വാങ്ങിക്കൊണ്ടുവന്ന പപ്സൊക്കെ എടുത്ത് പ്ലേറ്റിനകത്തോട്ടിട്. എന്നിട്ടത് ഉമ്മറത്തേക്ക് കൊണ്ടുപോവാ. അമ്മ ഇതിന് ആവശ്യമില്ലാത്ത പലഹാരങ്ങളൊക്കെ വാങ്ങിയത്? മീര അമ്പരപ്പോട് ചോദിച്ചു. ആവശ്യമില്ലാതെയോ? നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് സുധി വരുന്നത്, അന്തി ഉറങ്ങാൻ വേണ്ടി. മാത്രമല്ല ഈ വീട്ടിലെ മൂത്ത മരുമകനവൻ. അപ്പോൾ വരുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊരു നാട്ടു നടപ്പാ. മാധവി പറഞ്ഞു. എങ്കിലും പൈസ ഇല്ലാതെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അവസ്ഥകളൊക്കെ സുധിയേട്ടന് അറിയാലോ. കല്യാണ സമയത്ത് തന്നെ സുധിയേട്ടൻ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ളതല്ലേ. പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ മീരെ. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം. നാളെ ഇവിടെ വന്നിട്ട് മോശമായി പോയിന്ന് സുധിക്ക് തോന്നരുത്. ആ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിൽ ഉണ്ണിയപ്പവും പൊട്ടിച്ചിട്ടിരുന്നു മാധവി. അതുമായി അവൾ നേരെ ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ മഞ്ജുവുമായി സുധി ഏകദേശം സെറ്റായിരുന്നു. കട്ടൻ ചായ വേണോ സുധിയേട്ടാ? പാൽച്ചായ അവൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് മീര ചോദിച്ചു. എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, അത് വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ മാത്രം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും ചായ എടുത്തുകൊണ്ട് വാ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. സുധി പറഞ്ഞപ്പോൾ ചിരിയോടെ മാധവി അകത്തേക്ക് പോയി. വലിയൊരു സ്റ്റീൽ മഗ്ഗിൽ കുറച്ചധികം ചായയും 2-3 ഗ്ലാസ്സുകളുമായാണ് അവർ വന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ചായ കുടിച്ചതും പലഹാരം കഴിച്ചതും. ഒരപരിചിതത്വവും ഇല്ലാതെ പെരുമാറുന്ന സുധിയുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സുധി, മോൻ വേണമെങ്കിൽ കുളിക്ക്. ബാത്റൂമിൽ വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മാധവി പറഞ്ഞു. ഇപ്പം വേണ്ടമ്മേ, വൈകിട്ട് മതി. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വല്ലാതെ ചൂടെടുക്കും. ഗൾഫിൽ നിന്ന് പരിചയമായതുകൊണ്ട് തന്നെ ചെറിയ ചൂട് പോലും ഇപ്പോൾ താങ്ങാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ ഒരു 5-6 വട്ടം കുളിക്കും. ഇവിടെ പിന്നെ കുറച്ച് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കിടക്കാൻ നേരം നേരത്തെ കുളിച്ചോളാം. മോളെ, നീ എന്നാ പിന്നെ മോന് മുറിയൊക്കെ കാണിച്ചു കൊടുക്ക്. വേഷമൊക്കെ മാറട്ടെ. പാകാവോന്നറിയില്ല. ഒരു ടീഷർട്ടും മുണ്ടും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, മാധവി പറഞ്ഞു. അത് വേണ്ടായിരുന്നു അമ്മേ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുണ്ടും ബനിയനും ഒക്കെ, സുധി പറഞ്ഞു. മറന്നാലോ എന്ന് കരുതി ഞാൻ വാങ്ങി വെച്ചതാ. നോക്ക് പാകാവോന്ന്. മാധവി പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ സമ്മതിച്ചിരുന്നു. മീര തന്നെയാണ് അവന് മുറി കാണിച്ചു കൊടുത്തത്. ഒരുപാട് മാറ്റം ആ മുറിക്ക് വന്നിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഫൈബറിന്റെ കതകും അതോടൊപ്പം തന്നെ പുതിയ ബെഡ്ഷീറ്റും ഒരു പുതിയ കട്ടിലും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. താനും മഞ്ജുവും ഒരുമിച്ച് കിടന്ന മുറിയാണത്. ഒരു പഴയ കയറുകട്ടിലാണ് രണ്ടുപേരും ഒരുമിച്ച് കിടന്നിരുന്നത്. അതിന് പകരമായി ഇപ്പോൾ തടിയുടെ ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ പുതുതായി വിരിച്ച വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റും തലയിണ കവറുകളും പുതപ്പുമൊക്കെ കുറച്ചുകൂടി ഭംഗിയോടെ നിൽക്കുന്നു. ജനലിൽ ഒരു പിങ്ക് കർട്ടനും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതാണല്ലേ തൻ്റെ മുറി? മൊത്തത്തിലൊന്ന് നോക്കി ഫാനിൻ്റെ സ്വിച്ച് ഇട്ടുകൊണ്ട് സുധി പറഞ്ഞു. എൻ്റെയും മഞ്ജുവിൻ്റെയും മുറിയായിരുന്നു ഇത്. ഞാൻ വന്നതുകൊണ്ട് മഞ്ജു ഔട്ടായി അല്ലേ? ചെറു ചിരിയോടെ സുധി ചോദിച്ചു. ഇപ്പം മഞ്ജു മീനും ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. അമ്മ സാധാരണ അടുക്കളയോട് ചേർന്ന ഒരു കുഞ്ഞു മുറിയുണ്ട്, അവിടെയാണ് കിടക്കാറ്. ഹോളിലൊരു കട്ടിലുണ്ടായിരുന്നു, അവിടെയായിരുന്നു മീന് കിടക്കുന്നത്. ആ കട്ടിൽ അമ്മ മാറ്റിയെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് അമ്മയുടെ മുറിയിൽ ഇട്ടതാവും. അമ്മ നേരത്തെ കട്ടിലിൽ കിടക്കില്ലായിരുന്നു. ഞങ്ങളോട് പറയുന്നത് തറയിൽ തണുപ്പ് കിട്ടാനാണ് കിടക്കുന്നതെന്നാ. പക്ഷെ എനിക്കറിയാം കട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതിൽ ഞങ്ങൾ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയ്ക്ക് വേദനിച്ചാലും സാരമില്ലെന്ന് കരുതി അമ്മ തറയിൽ കിടക്കുന്നത്. അമ്മമാരല്ലെങ്കിലും അങ്ങനെയല്ലേ? ചിരിയോടെ സുധി പറഞ്ഞു. സുധിയേട്ടന് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അല്ലേ? വലിയ വീട്ടിലൊക്കെ താമസിച്ചിട്ട് ഇത്രയും ചെറിയൊരു മുറിയിൽ ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടാവും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. ചെറുചിരിയോടെ അവളെ ഒന്ന് നോക്കി ഡോറടിച്ച് കുറ്റിയിട്ടതിന് ശേഷം ഷർട്ടിൻ്റെ ബട്ടൺ ഊരി ഷർട്ട് അയയിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ മറുപടി പറഞ്ഞു. അതെൻ്റെ ഭാര്യ. ഗൾഫിൽ ഞാൻ ഉപയോഗിക്കുന്ന മുറി കാണാത്തത് കൊണ്ട് പറയുന്നതാ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം അല്ലേടോ. ഇതിനും ചെറിയൊരു മുറിയിലാണ് അവിടെ 8-10 പേര് ഒരുമിച്ച് കിടക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഈ ഭൂഗോളത്തിൽ എവിടെയാണെങ്കിലും താനൊപ്പം ഉണ്ടായാൽ അതൊക്കെ എനിക്ക് സ്വർഗമല്ലേ? അവളുടെ നെറ്റിമേൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു.
അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്ന് അവനെ ചുറ്റിപ്പിടിച്ചാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. എനിക്ക് കുറേ സമയമായിട്ട് ഇങ്ങനെ ഇഷ്ടം തോന്നുമായിരുന്നു. അതെന്തിഷ്ട കുറേ സമയമായി തോന്നുന്നത്? അവളെ തിരികെ പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചു. അറിയില്ല, ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെ ഒരാളിനോട് തോന്നുന്നത്. നാണത്തോടെ അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴിയിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി തന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നില്ലേ? അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടവൻ ചോദിച്ചു. ഒന്ന് പോ സുധിയേട്ടാ, കളിയാക്കാതെ. അവനിൽ നിന്നും അകന്നു മാറാൻ പോയവളെ അവൻ ഒന്നുകൂടി മുറുക്കി തന്നിലേക്ക് ചേർത്തു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ മതിയോ? അവളെ ഒന്നുകൂടി ഞെരുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ചിരിയോടെ അവനിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങിയ നിമിഷമാണ് രണ്ടുപേരുടെയും മിഴികൾ പരസ്പരം കോർത്തത്. വിയർപ്പ് തുള്ളികൾ തിങ്ങി അവളുടെ അധരങ്ങളിലൂടെ അവൻ്റെ വിരലുകൾ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. പിന്നെ ആ മുഖത്തെ മുഴുവൻ അത് തഴുകി. യാത്രാക്ഷീണത്തിൻ്റെ ഫലമായി അവളുടെ മുടി പാറിക്കിടന്നിരുന്നു. മുഖത്തേക്ക് വീണ് കിടന്ന മുടിയിഴകളെല്ലാം അവൻ മെല്ലെ ചെവിയുടെ പുറകിലേക്ക് നീക്കി വെച്ചു. പിന്നെ ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളുടെ അധരങ്ങളിൽ അവൻ തൻ്റെ അധരങ്ങൾ കൊണ്ടൊരു നേർത്ത ചുംബനം നൽകി. ആദ്യമായി അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു. അവളുടെ നീണ്ട നഖങ്ങൾ അവൻ്റെ പുറത്ത് ചില ചുവന്ന തിണർപ്പുകൾ അവശേഷിപ്പിച്ചു. കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞു. ഒരു സെക്കൻഡ് മാത്രം നീണ്ടു നിന്നൊരു നേർത്ത ചുംബനം. അവളിൽ നിന്നും അകന്നു മാറിയപ്പോൾ അവനും അവൾക്കും ഒരേപോലെ പരസ്പരം അഭിമുഖീകരിക്കാൻ ഒരു മടി തോന്നിയിരുന്നു. ആ സമയം തന്നെയാണ് ഡോറിൽ ആരോ കൊട്ടിയത്. അവനെ അഭിമുഖീകരിക്കാതെ ചെറുചിരിയോടെ മുഖമൊന്ന് തുടച്ച് മുടി നേരെയാക്കി അവൾ മുറി തുറക്കാനായി പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. അതേപോലെ ഈ കഥയെക്കുറിച്ച് നിങ്ങൾ വലിയ കമൻ്റ് ഇട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഇഷ്ടമാവുന്നുണ്ടോ ഈ കഥയെന്ന് പറയാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ.